ശിവായ. ക്ഷേത്രശക്തി രഹസ്യം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ക്ഷേത്രം ഒരു ഇടുങ്ങിയ സംവിധാനമാണോ എന്നുള്ളത് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ക്ഷേത്രം നമ്മളെ ഈ പ്രപഞ്ചത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ മനുഷ്യനിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു പ്രതീകമാണ്, ഒരു കേന്ദ്രസ്ഥാനമാണ് ക്ഷേത്രമെന്ന് നമുക്ക് പറയാം. അതായത് നമ്മളെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നമ്മളെ തന്നെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടാണ്. അപ്പോൾ അത് മുഴുവനും ക്ഷേത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രപഞ്ചം, ഈ പ്രകൃതി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അതെന്താണ് ഈ പഞ്ചഭൂതങ്ങൾ? ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു. ഇത്തരത്തിലുള്ള പഞ്ചഭൂതാത്മകമായിട്ടുള്ള വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ താന്ത്രിക വിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെയുള്ള പൂജാതി കർമ്മങ്ങളും മറ്റുള്ള സകലവിധ കാര്യങ്ങളും ആ ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ പ്രകൃതിയുടെ പ്രതീകമായിട്ട്, ഈ പ്രകൃതിയിൽ നിന്ന് വിഭിന്നമല്ലാതെ, നമ്മളിൽ നിന്ന് വിഭിന്നമല്ലാത്ത ഒരു വലിയ ഒരു സംവിധാനമാണ്, ഒരു വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ക്ഷേത്രമെന്ന് പറയുന്നത്. അതിനെ നമുക്ക് വാക്കുകൾ കൊണ്ടോ നമുക്ക് ഗ്രന്ഥങ്ങൾ കൊണ്ടോ ഒന്നും പറഞ്ഞ് നമുക്ക് ഒതുക്കാൻ സാധ്യമല്ല. കാരണം ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള കാര്യങ്ങളും അതിനപ്പുറത്തുള്ള യോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ശില്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ വാദ്യ സംഗീത എന്തെല്ലാം നമുക്ക് നമ്മുടെ ജീവിതവുമായി, ലോകത്തിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുമായി നമുക്ക് ബന്ധപ്പെടുന്ന കലകൾ എല്ലാം, ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, എല്ലാ തരത്തിലുള്ള ദേവന്മാർ, ദൈവം, അങ്ങനെയുള്ള സകല വിധത്തിലുള്ള കാര്യങ്ങളുടെയും ഒരു സങ്കേത കേന്ദ്രമാണ് ക്ഷേത്രമെന്ന് നമുക്ക് പറയുന്നതിൽ യാതൊരുവിധ ഒരു അതിശയോക്തിയുമില്ല. കാര്യം നമ്മൾ ഇതൊന്നും അറിയാതെയാണെങ്കിൽ നാമൊക്കെ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു മനസ്സമാധാനം, എന്തെന്നില്ലാത്തൊരു ശരീരത്തിനൊരു കുളിർമയും സുഖവും, എന്തെന്നില്ലാത്തൊരു ആനന്ദവും നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു പ്രഭാവലയം, ഇതിൻ്റെയൊക്കെ ഒരു ശക്തി തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഏത് തരത്തിലുള്ള ശക്തിയാണ്, ഏത് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരം അറിവുകളിലേക്കാണ് നമ്മൾ ക്ഷേത്രശക്തി രഹസ്യം എന്ന വിഷയത്തിലേക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു 5 പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചവും പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരവും അതേ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പൂജാതി ക്രിയകളും അവിടെ നടക്കുമ്പോൾ 5 ശുദ്ധിക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പഞ്ചശുദ്ധികൾക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ പഞ്ചശുദ്ധികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഏത് തന്നെ ആയാലും നമ്മൾ ഈ ഒരു ക്ഷേത്രം നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു ലോകത്തിൽ, ഈ ലോകത്തിൽ എത്ര നമുക്ക് പറഞ്ഞാലും മതി വരാത്ത അത്രയും വലിയൊരു മാസ്റ്റർ പ്ലാൻ സംവിധാനം, അത്രയും വലിയൊരു എൻജിനീയറിങ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ. അത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ശക്തി എന്താണെന്ന് നമുക്കൊക്കെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും പല ആചാര്യന്മാരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ പല സമയത്തും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ക്ഷേത്രശക്തി രഹസ്യം എന്ന വിഷയത്തിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും അത് നമുക്ക് ആസ്വദിക്കാം. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് അത് ആസ്വദിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഹർത്തവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ക്ഷേത്രശക്തി രഹസ്യം.